ഹായ് സ്റ്റുഡൻസ്, ഞാൻ അജീഷ് കോല മൊബൈൽസ് എന്നാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ഒരു അടിപൊളി സോഫ്റ്റ്വെയർ ട്രിക്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മളെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഓപ്പോ അൺലോക്കിംഗ് വന്നാണ് A53s ഓപ്പോ മൊബൈലാണ്. ഇപ്പോൾ അൺലോക്കിംഗ് ലോക്ക് കസ്റ്റമറിന് ലോക്ക് മറന്നുപോയി. അപ്പോൾ എന്ത് ചെയ്യണം? അൺലോക്ക് ചെയ്യണം. സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റ് 460 വരുന്നത് UFS ആണ് വരുന്നത്, EMS അല്ല UFS ആണ് വരുന്നത്. അപ്പോൾ അൺലോക്ക് ടൂൾ ഞാൻ ട്രൈ ചെയ്തു, പിന്നെ വേറെ 2-3 ടൂളുകളിൽ ട്രൈ ചെയ്തു, എല്ലാത്തിലും ഫെയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലാഷ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ UMT ഉപയോഗിച്ചിട്ട് ഫ്ലാഷിൻ്റെ ഒരു ചെറിയൊരു ഫയൽ ഇട്ടിട്ട് ഒരു ചെറിയൊരു ട്രിക്ക് ഉണ്ട് അൺലോക്ക് ചെയ്യാനും FRP ബൈപ്പാസ് ചെയ്യാനും. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത് സ്ക്രീനിൽ കാണാം. വാ. ആദ്യം നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ചെറിയൊരു ഫയലാണ് വരുന്നത്. നമ്മളപ്പോൾ എന്ത് ചെയ്തു, ഈ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പിലൊരു ഫോൾഡറിൽ ഇത് സേവ് ചെയ്ത് വെച്ചു. എന്നിട്ട് ആ ഫയലിനെ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, UMTയിൽ നമുക്ക് അൺലോക്ക് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ UMT എടുത്തിട്ടുണ്ട്. UMTയിൽ നമുക്ക് കൊൽക്കോം സെലക്ട് ചെയ്യാം. കൊൽക്കോമിൽ പോയിട്ട് ഫേംവെയർ അതിൽ പോയിട്ട് നമുക്ക് നമ്മൾ ആൾറെഡി ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ എടുക്കാം. ആ ഫയൽ ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ലോഡർ സെലക്ട് ചെയ്യണം, ലോഡർ ഫയൽ ആഡ് ചെയ്യണം. പക്ഷേ അവിടെ വിഷയം എന്ന് വെച്ചാൽ പുതിയൊരു ചെയ്യുന്ന ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുന്ന രീതിക്ക് എന്നും ലോഡർ ഫയൽ നമ്മൾ എടുക്കുമ്പം MT കാണിക്കത്തുള്ളൂ, MT ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആ ഫോർമാറ്റിൽ വന്നിട്ട് ആൾ ഫോർമാറ്റ് ഓപ്ഷൻ ഓക്കെ കൊടുക്കുക. ആൾ ഫോർമാറ്റ് അല്ല, ആൾ ഫയൽസിൽ ഓക്കെ കൊടുക്കുക. ആൾ ഫയൽസിൽ ഓക്കെ കൊടുത്തിട്ട് നമ്മൾ ഫയൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് വർക്കാണ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് FRP ക്ലിയർ ആക്കണം, ഫാക്ടറി ഫോർമാറ്റും ക്ലിയർ ആക്കണം. എന്നിട്ട് നമ്മൾ എക്സിക്യൂട്ടീവ് കൊടുക്കാം. എക്സിക്യൂട്ടീവ് കൊടുക്കുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ വരും. ഒന്നുകിൽ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയതിന് ശേഷം വോളിയം അപ്പും ഡൗണും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്തിട്ട് കേബിൾ കണക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, സ്പെഷ്യൽ ബൂട്ട് കേബിളോ ഇല്ലെങ്കിൽ ടെസ്റ്റ് പോയിന്റ് കണക്ട് ചെയ്യുന്ന EDL പോയിന്റ് കണക്ട് ചെയ്യുന്ന ആൾ. ഇപ്പോൾ ഞാൻ ഇതിൽ വന്നിട്ട് വോളിയം അപ്പും ഡൗണും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്തിട്ട് കണക്ട് ചെയ്തു. ലോഡായിട്ടുണ്ട്, ഫയൽ ലോഡായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി വരുന്ന സ്റ്റെപ്സൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ ഗൈസ്, നമുക്കിപ്പോൾ അൺലോക്ക് ആയിട്ടുണ്ട്, FRP ആയിട്ടുണ്ട്, ഓക്കെയാണ്, നമ്മളെ വർക്ക് ഡൺ ആയിട്ടുണ്ട്. ഓക്കെ,